ഒരു മുസ്ലിങ്ങളുടെ ഒരു മാത്രം അവസ്ഥയായിട്ട് നിൽക്കുന്നില്ല. കാരണം മുസ്ലിങ്ങൾക്ക് ഇത്രത്തോളം അരക്ഷിതരാകുമ്പോൾ പിന്നീട് ഭാവിയിൽ എന്താണ് സംഭവിക്കുക? തങ്ങൾക്ക് നീതി ലഭിക്കുക, എന്ത് പറഞ്ഞാലും നീതി ലഭിക്കില്ല എന്ന് ഒരു വലിയ വിഭാഗത്തിന് തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യത്ത് എന്തായിരിക്കും അവസ്ഥ? ഈ ദുഷ്യന്തവയുടെ കരച്ചിലാണ്. രാജ്യത്തെ ഏറ്റവും സീനിയറായ ഏറ്റവും കഴിവുള്ള അഭിഭാഷകന്മാരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം ആ കരൺ താപ്പറുമായുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കരയുകയാണ്. അദ്ദേഹം കരയുന്നത് രാജ്യത്തിൻ്റെ ഭാവി ആലോചിച്ചിട്ടാണ് കരയുന്നത്. നമുക്കറിയാം, രാജ്യത്തിൻ്റെ ഭാവി ആലോചിച്ച് ഒരാൾ കരയുന്ന ഒരു ചിത്രം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കരയുന്നവരുണ്ട്, അതായത് സ്ഥാനമാനങ്ങൾ പോയതിൻ്റെ പേരിൽ, കുടുംബത്തെ ഓർത്ത്, ജോലി പോയതിൻ്റെ പേരിലൊക്കെ കരയുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ രാജ്യത്തെ ഓർത്ത് കരയുന്ന ഒരു രംഗം നമ്മളിപ്പോൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ചില മുതലക്കണ്ണീറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ ശരിയായ ഒരു കരച്ചിൽ ഇപ്പോഴാണ് കാണുന്നത്. അദ്ദേഹം എത്ര നിഷ്കളങ്കമായിട്ടാണ് അത് സംസാരിച്ച് പറയുന്നത്, അയാൾ ഹൃദയം കൊണ്ട് സംസാരിച്ചുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം ആ പറച്ചിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെ കരയുന്ന അല്ലെങ്കിൽ കരയാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഈ രാജ്യത്ത് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്, പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ. കാരണം രേഷ്മയും നാസർക്കൊക്കെ സൂചിപ്പിച്ച ഈ കാര്യം, ഈ 91 നിയമം പാസ്സാക്കി, പാർലമെൻറ്റ് പാസ്സാക്കിയതാണ്. ഇതേ നരസിംഹറാവു തന്നെയായിരുന്നു അന്ന് പ്രധാനമന്ത്രി എന്ന് ഓർക്കണം. ബാബരി മസ്ജിദിൻ്റെ വിഷയം 49 മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽ രാജ്യത്ത് നിലനിൽക്കുന്നൊരു വിഷയമാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് രാജ്യം വിഭജിക്കപ്പെടുന്നു, കലാപങ്ങൾ ഉണ്ടാകുന്നു, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട്. അത് പരിഹരിക്കാൻ ഒരു മാർഗം നമുക്ക് തേടാം. പക്ഷേ ഇനിയൊരു ആരാധനാലയത്തിൻ്റെ പേരിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത്, രാജ്യം കുട്ടിച്ചോറാകരുത് എന്നുള്ളത് അന്നത്തെ രാഷ്ട്രീയക്കാർ പോലും ന്യായമായും ആഗ്രഹിച്ചു എന്നുള്ളതാണ് ആ നിയമം സൂചിപ്പിക്കുന്നത്. കാരണം അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം ഇനിയൊരു ആരാധനാലയത്തിൻ്റെ പേരിലും ആരും അവകാശവാദവുമായി വരരുത് എന്നതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള തർക്കങ്ങൾ ഉടലെടുക്കും. അതിൽ ന്യായമുണ്ടായാലും അന്യായമായാലും എന്തായാലും അതിൽ തർക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് അങ്ങനെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. പക്ഷേ ഏറ്റവും ഒടുവിലായി സംഭവിച്ചത് എന്താണ്? ഒരുപാട് നേരത്തെ സൂചിപ്പിച്ച സമ്പൽ ഷാഹി മസ്ജിദ്, വാരാണസിയിലെ ഗ്യാൻവാപ്പി മസ്ജിദ്, പിന്നെ അജ്മീർ ദർഗ, ഇപ്പോൾ ഡൽഹി ജുമാ മസ്ജിദ്, എല്ലാത്തിനും അവകാശവാദവുമായി ആളുകൾ വരികയാണ്. അവിടെയുള്ള കോടതികൾ ഉടനെ തന്നെ എഴുതി കൊടുക്കുകയാണ്, കുഴിച്ചോളൂ, നോക്കിക്കോളൂ എന്ന് പറയുകയാണ്. കുഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതുവരെ തങ്ങൾ ആരാധിച്ചിരുന്ന ഒരു പരിപാവനമായി കരുതിയിരുന്നൊരു സ്ഥലത്ത് മറ്റൊരു മതവിഭാഗത്തിലെ ആളുകൾ വരുന്നു, അവകാശവാദം ഉന്നയിക്കുന്നു, അവർ പ്രാർത്ഥനയ്ക്കായി തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഇത് സ്വാഭാവികമായും മാത്രമല്ല, ഇപ്പോൾ ഈ താജ്മഹലും കുത്തബ് വരെ അവകാശവാദം എല്ലാത്തിനും മുഗൾ ഭരണകാലത്തുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള എല്ലാത്തിനും അവകാശവാദമായ ആളുകൾ വരും. അത് ഒരു തർക്കവുമില്ല. അതിനുള്ള എല്ലാ വഴിയുമാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തുറന്നിട്ടിരിക്കുന്നത്. ആ വഴിയിലൂടെ എല്ലാവരും അവകാശവാദവുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ നാടിൻ്റെ അവസ്ഥ, ഇതൊരു മുസ്ലിങ്ങളുടെ ഒരു മാത്രം അവസ്ഥയായിട്ട് നിൽക്കുന്നില്ല. കാരണം മുസ്ലിങ്ങൾക്ക് ഇത്രത്തോളം അരക്ഷിതരാകുമ്പോൾ പിന്നീട് ഭാവിയിൽ എന്താണ് സംഭവിക്കുക? തങ്ങൾക്ക് നീതി ലഭിക്കുക, എന്ത് പറഞ്ഞാലും നീതി ലഭിക്കില്ല എന്ന് ഒരു വലിയ വിഭാഗത്തിന് തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യത്ത് എന്തായിരിക്കും അവസ്ഥ? ഇതിനു മുമ്പ് ഒരുപാട് ലോകരാജ്യങ്ങളിൽ ഇത്തരം ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായി രാജ്യം കുട്ടിച്ചോറാവുക എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ ഓർത്തുകൊണ്ടാണ് അദ്ദേഹം ദുഷ്യന്തവേ അതിൽ പറയുന്നത്. ഞാൻ ഹിന്ദുവാണ്, ബ്രാഹ്മണനാണ് എന്നും പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയാണ്. ഇങ്ങനെയുള്ള അദ്ദേഹത്തിന് ഇങ്ങനെ കരയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ മതേതരത്വത്തിൽ, മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാവരും കരയേണ്ടി വരും. ആ ഒരവസ്ഥയിലേക്ക് രാജ്യം ചെന്നെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബാബരി മസ്ജിദിൻ്റെ വിധി വന്ന സമയത്ത് നമുക്കറിയാം, ആ വിധിയുടെ ചുരുക്കം ഇതായിരുന്നു: തർക്കസ്ഥലത്ത് ക്ഷേത്രം പണിയാം, തർക്കസ്ഥലത്തിന് പുറത്ത് പള്ളി പണിയാൻ 5 ഏക്കർ. ഇതാണല്ലോ വിധിയുടെ ഒരു രത്ന ചുരുക്കം. അപ്പോൾ ഇത് നീതിയല്ല, ഒരു സമവായമാണ് എന്നുള്ള തോന്നൽ എല്ലാവരിലും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇനിയൊരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, നമുക്കറിയാം അന്ന് പത്രങ്ങളിൽ വന്ന സമുദായ നേതാക്കളുടെ, രാഷ്ട്രീയ നേതാക്കളുടെ ഒക്കെ പ്രസ്താവനകൾ നമുക്കറിയാം. എല്ലാവരും സമവായത്തിൻ്റെ സ്വരത്തിലാണ് സംസാരിച്ചത്. ഈ വിധിയിൽ വിഷമമുള്ളവർ പോലും അത് വേദന കടിച്ചമർത്തിക്കൊണ്ട് ഇതിനെ അനുകൂലിക്കുകയും ഇനി ഒരു പ്രശ്നം വേണ്ട എന്ന നിലയ്ക്ക് ആളുകൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ സംഭവിച്ചത് എന്താണ്? അതിനുശേഷം 100 ബാബരി മസ്ജിദുകൾ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് നീതിന്യായ പീഠത്തിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിസംബർ 6-ന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഡിസംബർ 6 നമുക്കൊക്കെ പ്രതിജ്ഞ എടുക്കാനുള്ളൊരു ദിവസമാണ്. കാരണം രാജ്യത്ത് മതനിരപേക്ഷത നിലനിർത്തണമെങ്കിൽ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ. അതിനുള്ള ഒന്നിച്ചുള്ളൊരു പോരാട്ടം ഈ ഡിസംബർ 6 മുതൽ ആരംഭിക്കണമെന്നാണ് എനിക്ക് പറയാം.